അങ്ങനെ പിണറായി വിജയൻ്റെ സ്വപ്ന പദ്ധതിയായ മഞ്ഞക്കുറ്റികൾ ഊരി എറിഞ്ഞിരിക്കുകയാണ് പി ഡി സതീശ്. ഒരു തോട്ടലെറിഞ്ഞു എന്ന് തന്നെ പറയണം. പാവപ്പെട്ട ജനങ്ങളെ മേലെ മെക്കിട്ട് കയറാൻ വേണ്ടി ചെന്ന് അവിടെ ആളുകളെ ഉപദ്രവിക്കുകയും അവരുടെ അടുക്കളയ്ക്കകത്ത് വരെ കൊണ്ടുവന്ന് ഈ മഞ്ഞക്കല്ല് സ്ഥാപിക്കുകയും ചെയ്ത് വേറെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഉടനെ ഈ റെയിലൊന്നും കൊണ്ടുവരാൻ പദ്ധതി ഉണ്ടായിരുന്നിരിക്കില്ല. കച്ചവടമായിരുന്നു എൻ്റെ ഉദ്ദേശം. കാരണം അതായത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ജപ്പാനിലോ കൊറിയയിലോ എങ്ങാണ്ട് കിടക്കുന്ന പഴയ മറ്റേ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്. ബുള്ളറ്റ് ട്രെയിനിൻ്റെ ട്രാക്കും അതുപോലെ ബോഗികളും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു റെയിൽവേ സംവിധാനം കേരളത്തിനകത്ത് മാത്രമായിട്ട് നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ നമ്മുടെ സമാന്തര പാതയല്ല. ശരി അല്ല, സമാന്തര പാത അല്ല, ഇത് വേറെ സംവിധാനമാണിത്. വേറൊരു സംവിധാനമാണ്. അതായത് നമ്മുടെ മെട്രോ പോലെ അല്ലെങ്കിൽ വാട്ടർ മെട്രോ പോലെ അങ്ങനെ ഒരു പ്രത്യേക സംവിധാനമാക്കി മാറ്റാനായിരുന്നു. കേരളം പോലെ ആകെ 40 ജനസാന്ദ്രതയുള്ള അതെ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നീളവും വീതി അറിയാമല്ലോ. ഒരു സൈഡിൽ നിന്ന് വീതി കുറഞ്ഞിടത്തു നിന്ന് തുടങ്ങി അല്പം വീതി കൂടുതലുള്ളിടത്ത് വന്ന് വീണ്ടും വീതി കുറഞ്ഞ രീതിയിൽ പോകുന്ന ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലം. പാലക്കാട് എന്ന് പറഞ്ഞാൽ വേറെ വെട്ടി മാറ്റി ഒരു ഭാഗം അവിടെ അതിൽ അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്താണ് അപ്പം വിൽക്കാനായിട്ട് നമ്മൾ ഗോവിന്ദന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ കൂറ്റനാട് നിന്ന് നല്ല അപ്പവും കൊണ്ട് കയറിയ അവർ അവിടെ ചെന്ന് വിറ്റിട്ട് ഉടനെ അടുത്ത ട്രെയിൻ പറഞ്ഞു തീരുമ്പോൾ എന്തൊരു മാസ്മരികത, എന്തൊരു വേഗം, എന്തൊരു പ്രൗഢി. ഇങ്ങനെ തള്ളാനല്ല ഇത് നമ്മൾ വെറുതെ നമ്മൾ തള്ളിക്കളയരുത്. ഒരിക്കലും നടക്കാത്ത ഈ പദ്ധതിയുടെ പേരിൽ ഇതിൻ്റെ ഇനിഷ്യൽ ചാർജായിട്ട് അല്ലെ അതിനുവേണ്ടി എത്ര കോടി രൂപ ചെലവഴിച്ചു? അതിൻ്റെ ഓഫീസ് തുറന്നു, ഇഷ്ടക്കാരെ എല്ലാം അവിടെ നിയമിച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ ശമ്പളം 1-2 ലക്ഷം ശമ്പളത്തിന് ആളെ അവിടെ നിയമിച്ചു. അതുപോലെ ഇതിൻ്റെ പേരിൽ ഇവിടെ നിന്നെല്ലാം വസ്തു പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ആയിരുന്ന കാശ് വാങ്ങിച്ചോണ്ട്. അതുപോലെ എല്ലാ കുറ്റിയും ആ കൊഴുവല്ലൂരിൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു അമ്മച്ചിയുടെ വീടിൻ്റെ അടുക്കളയ്ക്കകത്ത് കൊണ്ട് കുറ്റി അടിച്ചു. എവിടെയാണ്? സജി ചെറിയാൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭവം, ഞാൻ പോയി വാർത്ത ചെയ്തതാണ്, നമ്മുടെ മറുനാടനിലും വന്നതാണത്. അതായത് കൊഴുവല്ലൂർ വഴി ഈ റെയിൽവേ ലൈൻ കടന്നു വരുമ്പോൾ, ചെങ്ങന്നൂർ മണ്ഡലമാണ് കൊഴുവല്ലൂർ എന്ന് പറയുന്നത്, സജി ചെറിയാൻ്റെ വീടാണ്. സജി ചെറിയാൻ്റെ വീടിനകത്തൂടായിരുന്നു ഇത് കയറി പോകേണ്ടത്. അവിടെ വന്നപ്പോഴത്തേക്ക് ഈ അലൈൻമെന്റ് ഇവർ മാറ്റി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അന്നേരമാണ് ഈ അമ്മച്ചിയുടെ അടുക്കളയ്ക്കകത്ത് കുറ്റി വന്നത്. ഈ കുറ്റി ഇവർ കൊണ്ട് അടിച്ച കുറ്റി കോൺഗ്രസ്സുകാരും കേരയിൽ വിരുദ്ധ സമിതിയും കൂടെ ചെന്ന് ഇത് പിഴുതു കളഞ്ഞു. അവിടെ ഒരു സിന്ധു ജെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കേരയിൽ സമരനായികയുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ഇത് സമരത്തിന് പോയി അവരെ പിടിച്ച് അകത്തിട്ടതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ പഠിച്ച ഒരാളുണ്ട്, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഫിലിപ്പ് എന്ന് പറഞ്ഞു. അയാളുടെ പറമ്പിൽ ഉണ്ടായിരുന്നു, അയാളുടെ പറമ്പിലുണ്ട്. അപ്പോൾ അതിനകത്ത് അവരാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഈ ഫിലിപ്പാണ് എന്നോട് പറയുന്നത്, നിങ്ങൾ വന്ന് നോക്ക്, എന്താണ് സജി ചെറിയാൻ്റെ വീട് ഒഴിവാക്കി. ഈ അലൈൻമെൻറ്റ് വെച്ച് വരികയാണെങ്കിൽ സജി ചെറിയാൻ്റെ വീടാണ് ആദ്യം, അതിനകത്തുകൂടിയാണ് വേണ്ടത്. അതിനകത്ത് സജി ചെറിയാൻ്റെ വീട് ഒഴിവാക്കിയിരിക്കുക. അപ്പോൾ അത് വളച്ചൊടിച്ച് വന്ന ഇപ്പം റോഡിൻ്റെ നടുക്കൂടൊക്കെയാണ് പോകുന്നത്. ഇത് നേരെ കൊണ്ടുവന്ന് ഈ അമ്മച്ചിയുടെ കുറ്റി വീടിനകത്ത് കുറ്റി സ്ഥാപിക്കുന്നു. കോൺഗ്രസ്സുകാർ എന്ന് പിഴുതു കളയുന്നു, അവിടെ വിഷയമാകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ സജി ചെറിയാനെതിരെ ഒരു വികാരം രൂപം കൊള്ളും. സജി ചെറിയാന് മനസ്സിലായത് അബദ്ധമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് വിശദീകരണവുമായിട്ട് എല്ലാ വീടുകളിലും സ്കൂട്ടറിലുമൊക്കെ ചെന്ന് പറഞ്ഞ് അവരോടൊക്കെ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ഇതിന് ഭയങ്കര വില കിട്ടും, നിങ്ങൾക്ക് വലിയ പുനരധിവാസം കിട്ടും, നിങ്ങൾക്ക് ഒരു വലിയ ഇത് കിട്ടും, ഇത് ഉടൻ സമ്പാദിക്കും. അപ്പോൾ അങ്ങനെ ഈ മണ്ഡലത്തിൽ സജി ചെറിയാന് ഒരു എതിർപ്പ് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. വിശദീകരണം തുടങ്ങി. ഇതിപ്പോൾ നമ്മുടെ നിലവിലുള്ള റെയിൽ പാതയ്ക്ക് സമാന്തരമായിട്ടല്ല പോകുന്നത്, ഇത് വേറെ റൂട്ട് വഴിയായിരുന്നു ഈ സംഭവം. അത് തീർത്തും വേറെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. ഇതൊരിക്കലും നടപ്പാക്കുന്നതിന് വേണ്ടി ഇവർ കൊണ്ടുവന്ന ഒരു സാധനമേ അല്ലായിരുന്നു. ഇതിൻ്റെ പേരിൽ കമ്മീഷൻ അടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേരയിൽ വരും കേട്ടാ എന്ന് പുള്ളി എല്ലായിടത്തും പറഞ്ഞത്. ഇപ്പൊ സതീശൻ വന്നിട്ട് പറഞ്ഞു കേരയിൽ വരില്ല കേട്ടോ എന്നുള്ളത് പറഞ്ഞു. ശക്തമായ എന്താണ് ജനകീയമായ തീരുമാനങ്ങളാണ് വി ഡി സതീശൻ മന്ത്രിസഭ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്യാബിനറ്റിലാണെങ്കിലും ശരി, വകുപ്പ് ജനവിരുദ്ധ നിലപാടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കും. അത് മൊത്തം ജനങ്ങളെ ശത്രുവായി കണ്ട പേടത്തൊണ്ട മുഖ്യമന്ത്രി ഇരുന്ന കസേരയിലേക്ക് സതീശനെ പോലെ ധൈര്യമുള്ള ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം മാറി. വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, എന്തൊക്കെ ആണോ ഈ പിണറായി സർക്കാരിൻ്റെ പതനത്തിന് ഇടയാക്കിയത് ആ സംഗതികളെല്ലാം അദ്ദേഹം ഒഴിവാക്കി. ഒന്ന്, മാധ്യമങ്ങളെ കാണുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി. 2, സെക്രട്ടേറിയറ്റിലെ നിയന്ത്രണം നീക്കി, പ്രധാനപ്പെട്ട ഗേറ്റ് തുറന്നിട്ട്, നോർത്ത് ഗേറ്റ് തുറന്നിട്ടു. ഇപ്പോൾ
കുറ്റി മഞ്ഞക്കുറ്റി മുഴുവൻ പറിച്ചു കളയാനും ഏറ്റെടുത്തതെല്ലാം ഡീനോട്ടിഫൈ ചെയ്യാനും പറഞ്ഞു. എനിക്ക് തോന്നുന്നു കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? കേസെല്ലാം പിൻവലിക്കാൻ കേസുകൾ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഇത് ജനങ്ങളെ ഈ പല രീതിയിലാണ് ജനത്തെ കുടുക്കിയിട്ടത്. ഇതിനകത്ത് പിണറായി കാണിച്ച ഹിഡൻ അജണ്ട അതിഭീകരമാണ്. ഒരു വീട് വയ്ക്കാൻ പറ്റില്ല, ഒരു വസ്തു പണയം വയ്ക്കാൻ പറ്റില്ല. ഒരാൾ ആകെ അയാളുടെ സമ്പാദ്യം ഈ വസ്തുവാണ്. ഈ വസ്തു പണയം വെച്ചിട്ടോ വിറ്റിട്ടോ വേണം എൻ്റെ മക്കളെ വിവാഹം കഴിച്ചയക്കാൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നിന്ന് കരയുകയാണ്. വല്ലവന്റെ മക്കളെ വിവാഹം കഴിച്ചേൽപ്പിക്കാൻ ഗതിയില്ലെങ്കിലും സ്വന്തം കുടുംബത്തിന് 100 തലമുറക്കുള്ളത് ഈ തന്നെ ഉണ്ടായി കാണൂല്ലേ? അപ്പം അങ്ങനെ ഇത് നോട്ടിഫിക്കേഷൻ ചെയ്തു. കേരളയിലിനായിട്ട് ഇത് നോട്ടിഫൈ ചെയ്തതോടെ ഈ വസ്തുക്കൾ മൊത്തം ബ്ലോക്കായി. ഇതിന് കരമടയ്ക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പണയം വയ്ക്കാൻ പറ്റില്ല. ബാങ്കിൽ പണയം വെച്ചിരുന്നതിൻ്റെ വരെ അവസ്ഥ എന്തായി? വീടുകൾ എത്ര എണ്ണം നശിക്കും? എന്താണ്? അപ്പം ആർക്കാണ് ഇത്ര ധൃതി എന്ന് ആരാ ചോദിച്ചത്? അന്ന് പ്രതിപക്ഷമാണ് ചോദിച്ചത്. ആർക്കാണ് ഇത് അവരൊരു ടാഗ് ലൈൻ ആക്കി മാറ്റിയിട്ട് ആർക്കാണ് ഇത്ര ധൃതി? എന്താ ട്രെയിനുകളുടെ കോച്ചുകൾ കൂട്ടത്തില്ല എന്നിപ്പോൾ പറഞ്ഞൊരു വാർത്ത വരുന്നു. ഉടനെ ഇവരെ സൈബർ സേന ഇറങ്ങും. ആർക്കാണ് ഇത്ര ധൃതി? ഇവരെന്താണ് വിഭാവനം ചെയ്തത്? ഇത്രയും ഒരു വലിയ മണ്ടത്തരം, കേരളയിൽ പോലും ഒരു മണ്ടത്തരം വരുന്നത്. മണ്ടത്തരമാണല്ലോ, ശുദ്ധ മണ്ടത്തരമാണെന്നുള്ളത് നമുക്ക് ജനറലി പറയാമെങ്കിൽ പോലും ഈ ആശാമാർ അവർക്ക് കുറേ മണ്ടത്തരമാണെന്ന്. അവർക്ക് കാശ് കിട്ടണമല്ലോ. ഇവിടുത്തെ മണ്ടന്മാരായിട്ടുള്ള അന്തങ്ങളും അടിമ കമ്മികളും മാത്രം ആണ് ഇത് വിശ്വസിച്ചത്. യുവമാരൊക്കെ മക്കളുടെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്ര കോടി വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അല്ല, ഇവരുടെയൊക്കെ വീടുകളിലൂടെ ഇത് വരാൻ തുടങ്ങിയപ്പോൾ ഇവരൊക്കെ ഇത് ചെയ്യാൻ തുടങ്ങി. എന്താ പിന്നെ ഞെട്ടാൻ തുടങ്ങി. പണ്ട് കൂടംകുളം ലൈൻ വരുന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ ഒരു കഥയുണ്ട്. കൂടംകുളം ലൈൻ വരികയാണ്, ആണവ ലൈൻ വരികയാണ്. അപ്പോൾ നമ്മുടെ പത്രത്തിൽ വാർത്ത വന്നു, കൂടംകുളം ലൈൻ സർവേ ആരംഭിച്ചു. അതായത് റബ്ബർ തോട്ടങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അതിൽ മാർക്കിംഗ് ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത്, തൊഴിലാളി നേതാവാണ്. അദ്ദേഹം രാവിലെ അദ്ദേഹത്തിൻ്റെ റബ്ബർ തോട്ടത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മംഗളം പത്രം വായിച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പരിപാടിയാണ് ഈ വികസനമല്ലേ വരുന്നത്? ഈ കൂടംകുളം ലൈനെയൊക്കെ നമ്മൾ എതിർക്കേണ്ടതുണ്ടോ? അപ്പോൾ സർവേ നടത്തി ആ മഞ്ഞ പെയിൻ്റ് അടിച്ചു. ഒരു സെക്കൻഡ് ഇപ്പം കട്ട് ചെയ്യാൻ വിളിക്കാം. 2 മിനിറ്റ് വിളിച്ചു. എൻ്റെ പറമ്പിൽ കൊണ്ട് എൻ്റെ റബ്ബറേലും അടിച്ചിട്ടുണ്ട്, ഞാനിത് സമ്മതിക്കുകയില്ല. അങ്ങനെ അവിടെ ഒരു സമരം രൂപം കൊള്ളുകയാണ്. അപ്പോൾ ഈ സമരം രൂപം കൊണ്ട് കഴിഞ്ഞിട്ട് വലിയ സമരം നടന്നു. പക്ഷേ കൂടംകുളം ലൈൻ വന്നു. ഇന്ന് സത്യത്തിൽ നമ്മൾ വെളിച്ചം ഈ കൂടംകുളം ലൈൻ ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. പക്ഷേ ഇത് അതുപോലെയല്ല. ഈ കേരളയിൽ എന്ന് പറയുന്ന സംഭവം അതുപോലെയല്ല. കേരളത്തിൽ ഇപ്പം നിലവിലുള്ള തീവണ്ടികൾക്ക് ബോഗികൾ കൂട്ടുകയോ കൂടുതൽ വണ്ടികൾ അനുവദിക്കുക ചെയ്താൽ തീരാവുന്ന നിസാരമായ ഒരു, അതുപോലെ ആലപ്പുഴ ലൈൻ ഡബിളിംഗ് ആക്കിയാൽ ഗുണം ചെയ്യും. അതെ, അത്രയേ ഉള്ളൂ. അതിനിടയ്ക്ക് കൂടി ഈ എന്താ പറയുന്നത്, ഈ പുകമറ സൃഷ്ടിച്ച് അതിനടിയിലൂടെ ഒരു വലിയ കച്ചവടം നടത്താനുള്ള ലക്ഷ്യമായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അതിന് കൃത്യമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടായിരുന്നു. ഈ മുഖ്യമന്ത്രി നടത്തിയ വിദേശ സന്ദർശനങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച ദുരൂഹത നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ആശമാരുടെ സമരം പോലെ തന്നെ ഈ സമരവും ഇവിടെ നടത്തിയത് SUCI പോലെയുള്ള സംഘടനകളാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഇവരതിനെ ഇത് അട്ടിമറിക്കാനുള്ള തീവ്രവാദികളാണ് ആ രീതിയിലേക്ക് നിരന്തരമായി പറഞ്ഞു വരുന്നത്. ഇവിടെ ജനകീയ പ്രശ്നം ഏതുണ്ടായാലും അതൊക്കെ ഈ ഭീകര സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ് ഇവർ നിരന്തരം പ്രചരിപ്പിക്കാൻ. സ്ത്രീകളെ അടക്കം മർദ്ദിച്ചു. വലിയ ഒരു ദുരന്തത്തിലെ പോകാഞ്ഞിരുന്നത് കേന്ദ്രം ഇതിന് പച്ചക്കൊടി കാട്ടായിരുന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവർ പറയുന്നുണ്ട് കേന്ദ്രം ഇത് പൂർണ്ണമായും നിഷേധിച്ചിട്ടില്ല, അതിൻ്റെ പണി നടക്കും, സിൽവർ ലൈൻ നടക്കും എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് വെച്ചത്. പക്ഷേ എന്താണെങ്കിലും ശരി, ഇവർ കൊണ്ടുവന്ന് ഈ കുറ്റിയിടാനും ഈ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കാനും ഈ പാവപ്പെട്ട ജനങ്ങളുടെ വീടുകളിൽ കണ്ണുനീർ ഉണ്ടാകാനും ഇടയാക്കിയ ഒരു വലിയ ഒരു അപശകുനം പിടിച്ച ഒരു പദ്ധതി. അതേതായാലും ഈ അപശകുനം പിടിച്ചവന്മാരാണ് നമ്മുടെ നാട് ഭരിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ സംഭവിച്ചത്. ഏതായാലും ഈ കപ്പൽ മുങ്ങില്ല സാർ, കപ്പിത്താൻ ഞങ്ങളതൊന്ന് മുമ്പിൽ നയിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ മുൻ മന്ത്രി ഇതൊക്കെ കണ്ട് അന്തപ്പെട്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ. അതെ, ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടന്നത് ഞങ്ങളുടെ നാട്ടിലാണ്. അതായത് ചെങ്ങന്നൂരിലും ഈ പറയുന്ന കുന്നന്താനത്തും ഇരവിപേരൂരിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടന്നത്. അതിനകത്ത് നമ്മുടെ ഈ KS രാജീവൻ എന്ന് പറഞ്ഞ അദ്ദേഹമൊക്കെ ആയിരുന്നു അതിൻ്റെ സമരനേതാവ്. മുൻ MLA ജോസഫ് പുതുശ്ശേരി ഉണ്ടായിരുന്നു, തോമസ് മറ്റേ കൂറിലോസ് മെത്രാപ്പൊലീത്ത, അങ്ങനെ ഒരുപാട് പേര്. കാരണം ഇത് ഒന്നാമത് കേരളം ജനസാന്ദ്രതയേറിയ പ്രദേശമാണ്. ഇനി ഒരു പദ്ധതിക്കും ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഹൈവേ വീതി കൂട്ടൽ നടക്കാതെ പോകുന്നത്. എന്തുകൊണ്ട്? നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങണം, കിലോമീറ്ററുകൾ കണക്കിന് 100 കണക്കിന് കിലോമീറ്ററുകൾ ആൾതാമസം ഇല്ലാതെ കിടക്കുന്ന പ്രദേശമാണ്. അവിടെ എത്ര വേണേലും അവർക്ക് വീതി കൂട്ടിയെടുത്തോ. കേരളത്തിൽ ഇത് സാധിക്കുന്നില്ല. കാരണം
കേരളത്തിലെല്ലാവരും പിന്നെ റോഡിൽ കയറ്റി വീട് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. റോഡിലാണല്ലോ കേരളത്തിലെ വീടുകൾ കൊണ്ടുവച്ച്. അതുപോലെ കടമുറികൾ റോഡിലോട്ട് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പണിത് വെച്ചിരിക്കുന്ന അവരുടെ എത്ര ആയുഷ്കാലത്തെ സമ്പാദ്യമാണ് ഈ റോഡ് വികസനം ഇത് പൊളിഞ്ഞു പോകുന്നത്. അതിന് മതിയായ നഷ്ടപരിഹാരം ഒട്ടില്ലതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് അങ്ങനെ ഈ റോഡ് വികസനത്തെ പോലും വികസനം പോലും വഴിമുട്ടിക്കുന്ന സമയത്താണ് ഇതിന് അടുത്ത് ഈ സംഗതി കൂടെ കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരുമ്പോൾ എന്തോ ഇതിന്റെ ചുറ്റുമുള്ള ഭൂമി കൂടെ ഇവർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സിംഗിൾ ലൈനാണ് പോകുന്നതെങ്കിൽ അടുത്ത അവന് ഡബിളിങ്ങും ട്രിപ്പിളിങ്ങും ഒക്കെ വരേണ്ടതിനോട് കണക്കാക്കി ആ പ്രദേശത്തുള്ള മുഴുവൻ വസ്തുവകകളും നോട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല സുരക്ഷിതമായി ഇവർ റെയിൽവേ സ്റ്റേഷൻ വരാൻ സാധ്യതയുള്ള മേഖലയിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയ വസ്തു വാങ്ങിച്ചാണ് അതാ പൈസ കൊടുത്തു. കാരണം ഇതിനകത്ത് എന്തോ വലിയൊരു ഗൂഢ ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നു. വലിയ ഒരു ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ മന്ത്രിസഭയുടെ ഏറ്റവും ജനപ്രിയ തീരുമാനങ്ങളിൽ ഒന്ന്, അതായത് സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയും വയോജന വകുപ്പും ആശമാരുടെയും സ്കൂൾ പാചക തൊഴിലാളികളുടെയും അംഗൻവാടി ജീവനക്കാരെയൊക്കെ വേതന വർധനവിന് ശേഷം സതീശൻ മുഖ്യമന്ത്രി നിർത്താനുള്ള വാക്കിന് വിലയുള്ള ആളാണ്. അദ്ദേഹം അതിൻ്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ആ കേരയിൽ എന്ന് പറയുന്ന മഹാദുരന്തം കേരളത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും.